ഒരുപക്ഷെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ ഇന്ത്യക്ക് വലിയ ആശങ്ക സമ്മാനിച്ചുകൊണ്ടാണ് മാലദ്വീപിൽ 2 ദിവസത്തിനകം ചൈനീസ് ചാരക്കപ്പൽ എത്തുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെ പല രഹസ്യങ്ങളും ചോർത്തിയെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു ചാരക്കപ്പലാണ് എന്ന വിലയിരുത്തലാണ് നടത്തിയിട്ടുള്ളത്. ഇന്ത്യ ശക്തമായിട്ടുള്ള പ്രതിഷേധം മാലദ്വീപിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ മാലദ്വീപിലെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അദ്ദേഹം ഇന്ത്യ വിരുദ്ധനാണ്, ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മത്സരിച്ച് ജയിച്ചത്. ചൈനയ്ക്ക് അനുകൂലമായ നിലപാടെടുത്തു എന്ന് മാത്രമല്ല, 5 ദിവസം ചൈനയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയ ശേഷമാണ് ഈ ചൈനയ്ക്ക് അനുകൂലമായ നിലപാടുകൾ വരുന്നത്. ഇപ്പോൾ ചാരക്കപ്പൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 8-ാം തീയതി അത് മാലദ്വീപിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ദ്വീപുകൾ അടങ്ങുന്ന സമൂഹമാണ് മാലദ്വീപ്. അതുകൊണ്ട് അവരവിടെ എത്തിക്കഴിഞ്ഞാൽ അടിത്തട്ടിൽ സമുദ്ര പര്യവേഷണം നടത്തുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള യുദ്ധക്കപ്പലുകൾ, നമ്മുടെ സേനാ വിന്യാസം, അപ്പോൾ ശ്രീഹരിക്കോട്ട അടക്കമുള്ള നമ്മുടെ ISROയുടെ സ്പേസ് ടെക്നോളജി, നമ്മുടെ ആണവ നിലയങ്ങൾ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ളത് ചോർത്താൻ വേണ്ടി ഉള്ള വരവാണ് എന്നുള്ള ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത്. ഇന്ത്യ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യക്ക് ഒരുപക്ഷെ ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ മാലദ്വീപ് ഇതിന് അനുമതി നൽകിയിട്ടുള്ളത്. എന്നാൽ ഇന്ത്യ ശക്തമായിട്ട് മാലദ്വീപിന് മറുപടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഈ അവസരത്തിൽ ശ്രീലങ്ക ഇന്ത്യയോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. നേരത്തെ ചൈനീസ് ചാരക്കപ്പൽ ശ്രീലങ്കയിൽ വന്നത് വളരെ വലിയ വാർത്തയായിരുന്നു. രാജപാക്സെമാർ, അവിടുത്തെ മഹീന്ദ രാജപാക്സെയും കോട്ടബയ രാജപാക്സെയും ശ്രീലങ്കൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റായിരുന്നപ്പോൾ ചൈനയെ പിന്തുണച്ചിരുന്നു. ഇന്ത്യ ശക്തമായി രംഗത്ത് വരികയും അതിനുശേഷം ശ്രീലങ്ക നിലപാട് മാറ്റി ഈ ചാരക്കപ്പൽ തന്നെ ശ്രീലങ്കയിൽ ചെല്ലുന്നതിന് അവർ വിലക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് മാലദ്വീപിനെ അപേക്ഷിച്ച് വിനോദസഞ്ചാരികളെ ശ്രീലങ്കയിലേക്ക് അയക്കുന്നു. ശ്രീലങ്കയിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടിയിരിക്കുന്നു. ശ്രീലങ്ക കുറച്ചുകൂടി ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു. അപ്പോഴും ഹമ്പൻതോട്ട പോലെയുള്ള തുറമുഖം 99 വർഷത്തേക്ക് ചൈനയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ശ്രീലങ്ക. പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ശ്രീലങ്ക, മാലദ്വീപ്, അപ്പുറത്തെ പാകിസ്ഥാൻ, ഇതൊക്കെ കൂടെ പിടിച്ച് ഇന്ത്യയുടെ അയൽപ്പക്കക്കാരെ കൂടെ കൂട്ടാനുള്ള ഒരു വലിയ തന്ത്രമാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ചൈന സംഘർഷം 3348 കിലോമീറ്ററിലുള്ള ഇന്ത്യ ചൈന അതിർത്തിയിൽ നടക്കുകയാണ് കഴിഞ്ഞ 4 വർഷമായി. അതിൻ്റെ ബാക്കി പത്രമായിട്ട് വേണം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ പടയൊരുക്കത്തെ കാണാൻ. ഒപ്പം തന്നെ ഇന്ത്യ 12 യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട്. ഹൂതികളുടെ ആക്രമണത്തെ നേരിടാനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ചൈനയുടെ ചാരക്കപ്പലും ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അവരുടെ നിരീക്ഷണവും സേനാ വിന്യാസവും കൂട്ടുന്നതിനെ നേരിടാൻ വേണ്ടി കൂടിയാണ് ഇന്ത്യ സേനാ വിന്യാസം കൂട്ടിയിട്ടുള്ളത്.